IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. കേന്ദ്രത്തിന്റെ ബില്ലുകളൊക്കെ കേന്ദ്രത്തെ തിരിഞ്ഞു പിടിച്ച് കൊത്തുകയാണ്. അസാമിലെ പൗരത്വ ബില്ല് അമിത്ഷായും കൊണ്ടേ പോകൂ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ കർണാടകയിലെ DK ശിവകുമാറിന്റെ അറസ്റ്റും BJPക്ക് വലിയ വെല്ലുവിളിയാവുകയാണ്. സംശയം വേണ്ട, പെട്ടെന്നൊരു സുപ്രഭാത നിമിഷത്തിലായിരുന്നു യെഡ്യൂരപ്പയുടെ പ്രസ്താവന കടന്നു വരുന്നത്. യെഡ്യൂരപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് എൻ്റെ സുഹൃത്ത് DK ശിവകുമാർ നിയമ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരട്ടെ എന്നതായിരുന്നു യെഡ്യൂരപ്പയുടെ പ്രസ്താവന. എന്തായിരുന്നു ഈ പ്രസ്താവനയിലൂടെ യെഡ്യൂരപ്പ ലക്ഷ്യം വെച്ചത്? അതിനുള്ള ഉത്തരമാണ് പറയാൻ വേണ്ടി പോകുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ സമുദായമാണ് ലിംഗായത്ത് സമുദായം. ലിംഗായത്ത് സമുദായം കഴിഞ്ഞാൽ കർണാടകയിൽ ഏറ്റവും വലിയ സമുദായം എന്ന് പറയുന്നത് വൊക്കലിഗ സമുദായമാണ്. വൊക്കലിഗ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ, അതായത് കർണാടകയുടെ DK ശിവകുമാർ. DK ശിവകുമാറിന്റെ അറസ്റ്റിലൂടെ BJP നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൊക്കലിഗ സമുദായക്കാരിൽ പലരും നിഷ്പക്ഷരാണ്. ഈ നിഷ്പക്ഷ വോട്ടുകൾ BJPയിലേക്ക് പലതവണ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ DK ശിവകുമാറിന്റെ അറസ്റ്റിലൂടെ വൊക്കലിഗ സമുദായത്തെ വാനോളം ഉയർത്തിക്കൊണ്ടുവന്ന DK ശിവകുമാറിന്റെ അറസ്റ്റിലൂടെ ആ വോട്ട് ബാങ്ക് ഇപ്രാവശ്യം കടന്നു വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി പോകും എന്നുള്ള ഒരു വലിയ ഭയമാണ് യെഡ്യൂരപ്പയുടെ ആ പ്രസ്താവനയ്ക്ക് കാരണം. എന്നാൽ JDSും കോൺഗ്രസും DK ശിവകുമാറിന്റെ അറസ്റ്റിലൂടെ കർണാടകയിൽ ഫോക്കസ് ചെയ്യുന്നുള്ളത് വൊക്കലിഗ സമുദായത്തിന്റെ വോട്ട് ബാങ്കിനെയാണ്. കർണാടക എക്കാലത്തെയും വലിയ പ്രതിഷേധത്തിലാണ് DK ശിവകുമാറിന്റെ അറസ്റ്റിലൂടെ ഇപ്പോഴുള്ളത്. ആ പ്രതിഷേധം വൊക്കലിഗ സമുദായക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളും. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തോട് കർണാടകയിലെ BJP ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അത് മാത്രമല്ല, വൊക്കലിഗ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാർക്ക് ഇത് വലിയ ഒരു അവസരമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനുള്ള നിർണായക നീക്കമായി മാറിയിരിക്കുകയാണ് കർണാടകയിലെ DK ശിവകുമാറിന്റെ അറസ്റ്റ്. ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നതാണ് കോൺഗ്രസും JDSന്റെയും നേതാക്കന്മാർ വിളിച്ചു പറയുന്നത്. വൊക്കലിഗ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ഇപ്രാവശ്യം BJPയിലേക്ക് കടന്നു പോകില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് DK ശിവകുമാറിന്റെ അറസ്റ്റ്. എന്തായാലും ഇത് അസാമിലെ പൗരത്വ ബില്ലിന് ശേഷം കേന്ദ്രം നേരിടുന്ന മറ്റൊരു തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. സംഘപരിവാർ BJP അനുകൂല വാർത്താ ചാനലായ ജനം TVയിൽ നിന്നും പ്രേക്ഷകർ അകലുകയാണ്. ബാർക്കിന്റെ ഓഗസ്റ്റ് 17 മുതൽ 23 തീയതി വരെയുള്ള ഇൻഡെക്സ് പ്രകാരം ജനം TV 6ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. ശബരിമല വിഷയം കേരളത്തിൽ കത്തിക്കാൻ BJPയും സംഘപരിവാർ നേതാക്കളും പ്രവർത്തകരും ശ്രമിച്ചപ്പോൾ അതിന്റെ നല്ല 1% ഗുണം ലഭിച്ചതും സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾക്കായിരുന്നു. ബാർക്ക് റേറ്റിംഗിൽ മാസങ്ങളോളം ആദ്യ 5 സ്ഥാനങ്ങളിൽ മാറി മാറി നിന്ന ശേഷമാണ് ജനം TVക്ക് ഇപ്പോൾ പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത്. വിശ്വാസികൾക്കൊപ്പം നിന്ന ജനം TVയുടെ വിശ്വാസ്യത പലതവണ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രോളന്മാർ ഏറ്റെടുത്ത ചാനലും കൂടിയായിരുന്നു ജനം TV. എന്നാൽ കേരളത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കത്തി നിന്നപ്പോൾ ജനം TVയും ബാർക്കിംഗിൽ ഇൻഡെക്സിൽ ആദ്യ 5 സ്ഥാനങ്ങളിലേക്ക് കത്തിക്കയറിയിരുന്നു. ശബരിമല വിഷയത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് കാലത്തും ജനം TVയുടെ ബാർക്ക് റേറ്റിംഗിൽ കുത്തനെ ഉയർന്നു. ബാർക്ക് റേറ്റിംഗ് കൂട്ടാനായി വീടുകളിലും സ്ഥാപനങ്ങളിലും പരമാവധി സമയം ജനം TV ചാനൽ തന്നെ പ്ലേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP സംഘപരിവാർ അനുകൂലികൾ ക്യാമ്പയിൻ നടത്തിയതിന്റെ സ്ക്രീൻഷോട്ടുകളും സമൂഹ മാധ്യമങ്ങൾ കൈയോടെ പിടികൂടിയതാണ്. 28.19 പോയിന്റ് മാത്രമായി 6ാം സ്ഥാനത്താണ് ജനം TV നിലവിലുള്ളത്. 112.87 പോയിന്റുമായി ഏഷ്യാനെറ്റ് ന്യൂസാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തുള്ള മനോരമ ന്യൂസിന് 62.86 പോയിന്റാണ്. 57.13 പോയിന്റുമായി മാതൃഭൂമി ന്യൂസ് 3ാം സ്ഥാനത്തും ന്യൂസ് 18 കേരള 33.55% 4ാം സ്ഥാനത്തും 24 33.31 പോയിന്റുമായി 5ാം സ്ഥാനത്തുമാണുള്ളത്.
ഏഴാം സ്ഥാനത്തുള്ള മീഡിയ വൺ ടിവിക്ക് 18.54 പോയിന്റും 11.13 പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് കൈരളി പീപ്പിൾസുമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Watch.